ദേശീയപാത എപ്പോഴും ദേശീയപാത വികസനത്തോടൊപ്പമാണ് ബൈപ്പാസിനെയും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ചേർത്തല മുതൽ ഓച്ചിറ വരെയുള്ള 4 പാത, ആ 4 പാതയുടെ ഭാഗമായിട്ട് ആലപ്പുഴ ബൈപ്പാസ്. അങ്ങനെയായിരുന്നു പദ്ധതി. ഞാൻ MP ആയ ഉടനെ ആ പദ്ധതി തുടങ്ങി, അതിൽ എഗ്രിമെൻ്റ് ഒപ്പിട്ടു, കരാറുകാരൻ ഏറ്റെടുത്തു. ആ കൺസ്ട്രക്ഷൻ കമ്പനി പണി തുടങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിനോട് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വലിയ പ്രശ്നം വന്നു. ദേശീയപാതയ്ക്ക് ഇരുവശമുള്ള ജനങ്ങൾ ആത്മാഹൂതി ചെയ്യുന്ന നിലയിൽ വരെ എത്തി, സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ്, അന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആയിരുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി ഈ ചർച്ചകൾ പരിഹരിക്കാൻ വേണ്ടി. എവിടെയും എത്തിയില്ല. ജനങ്ങളെ പ്രതിഷേധം നിൽക്കുകയായിരുന്നു. ജനങ്ങളെ കുറ്റം പറയാനും നമുക്ക് അക്കാര്യത്തിൽ പൂർണ്ണമായും പറ്റില്ല. അവരുടെയൊക്കെ ജീവനോപാധികളും നഷ്ടപ്പെടും, ആകെയുള്ളൊരു കിടപ്പാടും നഷ്ടപ്പെടും. അങ്ങനെ വന്ന് ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായി. ഈ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്. 1200 കോടി രൂപ അതിൻ്റെ പദ്ധതിയാണ്. നമ്മൾ 1.5 കൊല്ലത്തോളം ഇതിൻ്റെ പിന്നാലെ നടന്നുള്ള സത്യമാണ്. ഇപ്പോൾ നടക്കാതിരിക്കാൻ പറ്റില്ല. കരാറ് ഒപ്പിട്ടതാണ്, എഗ്രിമെൻ്റ് ഒപ്പിട്ട് സൈൻ ചെയ്തതാണ്. അപ്പോൾ ആ പണിയായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ മുന്നോട്ട് പോയത്. അവർ പ്രതീക്ഷ കൊടുത്ത് മുന്നോട്ട് പോയി. 1.5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഈ സ്ഥലമെടുപ്പൊന്നും എളുപ്പം നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ആലപ്പുഴ ബൈപ്പാസിനെ പ്രത്യേക പദ്ധതിയാക്കണമെന്ന് മാഡം സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി സംസാരിച്ച് അവരിടപെട്ടു. കമൽനാഥിനോട് പറഞ്ഞു. അങ്ങനെ ഒരിടത്തും ചെയ്യാത്ത വണ്ണം കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് ആലപ്പുഴ ബൈപ്പാസ് സ്പെഷ്യൽ പ്രോജക്റ്റായിട്ട് അംഗീകരിച്ചു, ഉത്തരവിട്ടു. ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൻ്റെ മനോഹാരിത എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും നല്ല ബീച്ചുള്ളതാണ് ആലപ്പുഴ. ആലപ്പുഴക്കാർക്ക് ഞായറാഴ്ചകളിലായാലും ഒഴിവ് ദിവസങ്ങളും വൈകുന്നേരം ഇരിക്കാൻ ആകെയുള്ള സ്ഥലം ആലപ്പുഴ ബീച്ചാണ്. അപ്പോൾ ഈ 45 മീറ്റർ ബീച്ച് സ്ഥലത്തേക്ക് എടുക്കുമ്പോൾ 2 പ്രശ്നങ്ങൾ അവിടെ വരും. ഒന്ന്, CRZ അനുമതി കിട്ടില്ല. ബീച്ചിലേക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമപ്രകാരം അനുമതി കിട്ടില്ല. അതവിടെ കുരുങ്ങിക്കിടക്കും. 2, അനുമതി കിട്ടിയാൽ തന്നെ ബീച്ച് എന്ന് പറയുന്നത് ഇല്ലാതാവും, നാമാവശേഷമാവും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കുന്നതായി പിന്നെ ചിന്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എലിവേറ്റഡ് ഹൈവേ വേണം. ഓൾറെഡി 2 ROB ഉണ്ട്. ഈ 2 ROBയുടെ നടുവിലാണ് റോഡുള്ളത്. ആ 2 ROBയെയും റോഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ വേണം. അപ്പോൾ അത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു പ്രോജക്റ്റ് മാറും എന്നുള്ള സ്വാർത്ഥത എനിക്കുണ്ടായിരുന്നത് സത്യമാണ്. ഈ എലിവേറ്റഡ് ഹൈവേ അങ്ങ് മുതൽ അങ്ങ് വരെ മാറിയാൽ ആ കടപ്പുറത്തോടുകൂടിയുള്ള എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രോജക്റ്റായിട്ട് അത് മാറും. ഞാനിപ്പോഴും കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ ചലഞ്ചിങ് ജോബ് പൂർത്തിയാക്കി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് കടമ്പകൾ എല്ലാം കടന്ന് ബീച്ചിനെ സംരക്ഷിച്ച് ആലപ്പുഴയ്ക്ക് പുതിയ ജീവൻ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം പ്രോജക്റ്റാക്കി മാറ്റിക്കൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കടമ്പകളെല്ലാം പരിഹരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ പദ്ധതി ഇന്ന് ലോഞ്ചിങ്ങിന് സജ്ജമായി നിൽക്കുന്ന പദ്ധതിയാണ്.